ദീപകിന്റെ മരണത്തിന് ശേഷം പലതരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്, പലതരത്തിലുള്ള വീഡിയോകൾ, റീൽസ് ഒക്കെ കണ്ടില്ലേ, ഈ സൈഡിലൊക്കെ മുള്ളുവേലിയൊക്കെ വെച്ച് ആളുകൾ അതിന് ഒരു പരിഹാസ രീതിയിലൊക്കെയാണ്. പക്ഷെ അതിനകത്ത് ഞാൻ പറയട്ടെ, എത്ര തന്നെ ഈ സംഭവത്തിൽ നിന്നും ഞാൻ അതിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് കടക്കുകയല്ല. പക്ഷെ എന്തായാലും ബസ്സിൽ ഇത്രയധികം പീഡനം നേരിട്ടത് അത് പുരുഷന്മാരല്ല, സ്ത്രീകൾ തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം ഇപ്പം എത്ര പരിഹസിച്ചാലും കാലങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ബസ്സിൽ കയറി ഇറങ്ങുന്ന ഒരു സ്ത്രീ പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു മോശം അനുഭവം ഇല്ലാത്തത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ പേരിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, എല്ലാ സ്ത്രീകളുടേതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തെ ബാഡ് ഇന്റൻഷൻ ഉണ്ടായിരുന്നോ ദീപകൻ എന്ന കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു തീർപ്പിലേക്ക് എത്താൻ ഇപ്പോഴും കഴിയില്ല. അതിനകത്ത് അന്വേഷണമൊക്കെ വേണം. അപ്പോൾ ആ സ്ത്രീക്ക് ബാഡ് ഇന്റൻഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നിയാൽ സ്വാഭാവികമായും തീർച്ചയായിട്ടും ആ സൈഡിലായിരിക്കും നിൽക്കാം. പക്ഷെ ഒരു ദൗർഭാഗ്യകരമായൊരു മരണം, ആത്മഹത്യ അതിനകത്തുണ്ടായി. സ്വാഭാവികമായി ഇതിനകത്ത് വലിയ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അന്വേഷണത്തിന്റെ റിസൾട്ടൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്കൊരു തീർപ്പിലെത്താം. അതെ.